കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് യുവജന ഞായറാണ്, യൂത്ത് സൺഡേ. യൂത്ത് ലവ് ഗോഡ് ആൻഡ് സെർവ് ഹ്യൂമാനിറ്റി, അതാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. യുവത്വം, ദൈവത്തെ സ്നേഹിക്കുക, മാനവരെ സേവിക്കുക. ഇത് പഠിക്കുന്നതിനായി 4 പ്രധാന വചനഭാഗങ്ങളാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഒന്നാമതായി 112 സങ്കീർത്തനം, സാം 112. സുവിശേഷ ഭാഗത്ത് നിന്ന് ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 25 വേഴ്സസ് 31-46. പഴയ നിയമത്തിൽ നിന്ന് ദ ബുക്ക് ഓഫ് ഐഷായ ചാപ്റ്റർ 58 വേഴ്സസ് 6-12. ലേഖനങ്ങളിൽ നിന്ന് സെയിൻറ്റ് ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സസ് 14-26. യുവജനങ്ങൾ എങ്ങനെയാണ് ഭവനത്തിനും സഭയ്ക്കും സമൂഹത്തിനും ലോകത്തിനാകെയും പ്രയോജനമുള്ളവരായി, സഹായകരായി, അഭിമാനമുള്ളവരായി, മാതൃകകളായി ജീവിക്കേണ്ടത് എന്ന് ഈ വചനപാഠങ്ങളിൽ കൂടെ നാം ഇന്ന് പഠിക്കുന്നു. ഏറ്റവും പ്രധാനമായി യുവജനതയ്ക്ക് വേണ്ടത് ദൈവാശ്രയമാണ്. അവർ ദൈവമുള്ളവരായിരിക്കണം, ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം. ഇന്നത്തെ നമ്മുടെ കീ വേഴ്സും ഞാൻ എടുത്തിരിക്കുന്നത് ഇതേ ആശയത്തിൽ നിന്നാണ്. 112 സങ്കീർത്തനം 1 വാക്യം. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Blessed is the man who fears the Lord, who finds great delight in his commands. ഈ 112 സങ്കീർത്തനം തന്നെ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. യുവാക്കൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ അവർ പ്രായമാകുമ്പോഴും അവർക്ക് എന്തൊക്കെയാണ് സംഭവിക്കുവാൻ പോകുന്നത്, അവരുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും, ഈ ഭൂമിയിൽ അവർ എങ്ങനെ ആയിരിക്കും എന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു, അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും, വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും, അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. യുവജനത നേരുള്ളവരായിരിക്കണം, ദൈവഭയമുള്ളവരായിരിക്കണം, നീതിയുള്ളവരായിരിക്കണം. അവർക്ക് ഭൂമിയിൽ ലഭ്യമായിരിക്കുന്ന അവസ്ഥയാണ് നാം ഇവിടെ വായിക്കുന്നത്. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവൻ്റെ ഹൃദയം ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും, അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു, അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ച് കാണും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു, അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടൻ ഇത് കണ്ട് വ്യസനിക്കും, അവൻ പല്ല് കടിച്ചുരുകിപ്പോകും, ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും. യുവാക്കൾ നേരുള്ളവരായിരുന്നാൽ, നീതിയുള്ളവരായിരുന്നാൽ, സത്യസന്ധരായിരുന്നാൽ, ദൈവഭയം ഉള്ളവരായിരുന്നാൽ അവർ ഭാഗ്യവാന്മാരായിരിക്കും. ഇതൊന്നുമില്ലാത്തവർ ദുഷ്ടന്മാരാണ്. നീതിമാൻ്റെ അവസ്ഥ കണ്ട് ദുഷ്ടൻ പല്ല് കടിച്ചുരുകിപ്പോകും, ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും.
അതോ നീ നീതിമാനായി ജീവിക്കുവാനാണോ ആഗ്രഹിക്കുന്നത്? ആണെങ്കിൽ യുവജനതയെ, നീ ദൈവമുള്ളവനായിരിക്കുക, ദൈവത്തെ ഭയപ്പെടുക, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. Blessed is the man who fears the Lord, who finds great delight in his commands. His children will be mighty in the land. Each generation of the upright will be blessed. Wealth and riches are in his house, and his righteousness endures forever. Even in darkness, light dawns for the upright, for the gracious and compassionate and righteous man. Good will come to him who is generous and lends freely, who conducts his affairs with justice. Surely he will never be shaken. A righteous man will be remembered forever. He will have no fear of bad news. His heart is steadfast, trusting in the Lord. His heart is secure. He will have no fear. In the end, he will look in triumph on his foes. He has scattered abroad his gifts to the poor. His righteousness endures forever. His horn will be lifted high in honor. The wicked man will see and be vexed. He will gnash his teeth and waste away. The longings of the wicked will come to nothing. ഇനി നമുക്ക് പഠിക്കാം ഓൾഡ് ടെസ്റ്റ്മെന്റ് ബുക്ക് ഓഫ് ഐശായ 58-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതാണെങ്കിലും ഇന്നും പ്രസക്തമായ ഈ വേദഭാഗം യുവജനതയ്ക്കായി സഭ നൽകിയിരിക്കുന്നു. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ലൂസ് ദ ചെയിൻസ് ഓഫ് ഇൻജസ്റ്റിസ് ആൻഡ് അൺടൈ ദ കോർഡ്സ് ഓഫ് ദ യോക്ക് ടു സെറ്റ് ദി ഒപ്രസ് ഫ്രീ ആൻഡ് ബ്രേക്ക് എവറി യോക്ക്. വേഴ്സ് 7. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുക, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുക. നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുക. നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുക. ഷെയർ യുവർ ഫുഡ് വിത്ത് ദ ഹംഗ്രി. പ്രൊവൈഡ് ദ പുവർ വാണ്ടറർ വിത്ത് ഷെൽട്ടർ. വെൻ യു സീ ദ നേക്കഡ്, ക്ലോത്ത് ഹിം. ആൻഡ് ഡു നോട്ട് ടേൺ അവേ ഫ്രം യുവർ ഓൺ ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, ദൈവത്തിൻ്റെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, ദൈവം ഉത്തരമരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് ദൈവം അരുളി ചെയ്യും. Then your light will break forth like the dawn, and your healing will quickly appear. Then your righteousness will go before you, and the glory of the Lord will be your rear guard. Then you will call, and the Lord will answer. You will cry for help, and he will say, Here am I. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുട്ടിലുദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. If you do away with the yoke of oppression, with the pointing finger and malicious talk, and if you spend yourselves in behalf of the hungry and satisfy the needs of the oppressed,
Then your light will rise in the darkness, and your night will become like the noonday. Verse 11. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും. The Lord will guide you always. He will satisfy your needs in a sun-scorched land and will strengthen your frame. You will be like a well-watered garden, like a spring whose waters never fail. Verse 12. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ വരും. Your people will rebuild the ancient ruins and will raise up the age-old foundations. You will be called repairer of broken walls, restorer of streets with dwellings. നീതിയോടെയും നേരോടെയും നടന്നാൽ യുവജനതയെ നിങ്ങൾ ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടവരാകും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയും സംഭവിക്കും. നിങ്ങളെ വിളിക്കുന്നത് കേട് തീർക്കുന്നവൻ എന്നായിരിക്കും, പാതകളെ യഥാസ്ഥാനത്താക്കുന്നവൻ എന്നായിരിക്കും. നിങ്ങൾ വറ്റാത്ത തോട് പോലെ ആയിരിക്കും, വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെ, നനവുള്ള തോട്ടം പോലെ. ഇതെല്ലാമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ. യുവജനതയ്ക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണിത്. അവർ എങ്ങനെയായിരിക്കണം? അവർ ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം, ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ് തുടർന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗത്ത് നാം കാണുന്നത് ആദ്യം മുതൽ മനുഷ്യകുലത്തോട് സംവദിച്ചു കൊണ്ടിരുന്ന അതേ ദൈവം മനുഷ്യനായി ഭൂമിയിൽ പ്രത്യക്ഷനായ യേശുക്രിസ്തു സംസാരിക്കുന്നതാണ്. നമുക്കറിയാം, 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു മാനവജാതിയുടെ പാപമെല്ലാം തന്മേൽ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് കബറടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതായി. സ്വർഗാരോഹണം ചെയ്ത യേശുക്രിസ്തു ഇതാ മടങ്ങി വരുന്നു. അവൻ്റെ മടങ്ങിവരവിന് വേണ്ടിയാണ് നാം ഇന്ന് കാത്തിരിക്കുന്നത്. അവൻ വരുന്നത് രാജാധിരാജാവും കർത്താധികർത്താവുമായിട്ടാണ്. രാജാധിരാജാവായി അവനെ ഭൂമിയെ വാഴും. തൻ്റെ ഈ മടങ്ങിവരവിനെ പറ്റിയാണ് യേശുക്രിസ്തു ഈ സംസാരിച്ചിരിക്കുന്നത്. നമുക്ക് വായിക്കാം, വേഴ്സ് 31 ഓൺവേർഡ്സ്. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. സകല ജാതികളെയും തൻ്റെ അടുക്കൽ കൂട്ടി അവരെ ഇടത്തും വലത്തുമായി വേർതിരിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം ഇവിടെ കാണുന്നത്. അവൻ രാജാധിരാജാവാണ്. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു.
രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇവിടെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്ക് ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ ചുറ്റും ധാരാളം ആളുകളുണ്ട്. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തൻ എന്നിവിടെ യേശു പറഞ്ഞിരിക്കുന്നത്, ദ ലീസ്റ്റ് ഓഫ് ദീസ്, ദ വൾണറബിൾ, ദ നീഡി, ദ പുവർ, ദരിദ്രന്മാർ, അംഗവിഹീനർ, കുരുടർ, ചെകിടർ, മുടന്തർ, രോഗികൾ, അവശത അനുഭവിക്കുന്നവർ, വീടില്ലാത്തവർ, പട്ടിണി കിടക്കുന്നവർ, ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. എളുപ്പത്തിൽ ദോഷം ഭവിക്കാവുന്നവരാണ് ഇവർ. ആക്രമിക്കപ്പെടാവുന്ന ഒരു കൂട്ടരാണിവർ. ഇത് എല്ലാ സമൂഹത്തിലുമുണ്ട്. ഇവരെയാണ് എൻ്റെ ഏറ്റവും ചെറിയ ഈ സഹോദരന്മാർ എന്ന് യേശു പറഞ്ഞിരിക്കുന്നത്. അവർക്ക് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാണ് ചെയ്തിരിക്കുന്നത് എന്ന് യേശുക്രിസ്തു പറയുകയാണ്. തുടർന്ന് നാം വായിക്കുന്നു വേഴ്സ് 41. പിന്നെ രാജാവ് ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്തു. അതിനവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ചോദിച്ചു. രാജാവ് അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാത്തിടത്തോളമെല്ലാം എനിക്കാവുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. യേശുക്രിസ്തു ഈ പറഞ്ഞിരിക്കുന്നത് അന്വർത്ഥമാകുവാൻ പോവുകയാണ് സഹോദരങ്ങളെ. നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു, വിശ്വാസികളാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോഴും വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നാം ചെയ്യുന്നുണ്ടോ എന്ന് ശോധന ചെയ്യണം. പലരും ദൈവത്തിൽ വിശ്വാസമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യും. ആ പ്രവൃത്തിയിലാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ ദൈവത്തിലുള്ള ആ സ്നേഹവും ആ ബഹുമാനവും ആ ഭയവും ദൈവത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവത്തിലുള്ള നമ്മുടെ ആ സ്നേഹത്താൽ നാം ചെയ്യുന്ന പ്രവൃത്തികളാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ. അപ്പോഴാണ് അവരനെ നമ്മെപ്പോലെ കാണുവാൻ നമുക്ക് കഴിയുന്നത്. ആ പ്രവൃത്തികൾക്കാണ് മൂല്യമുള്ളത്. യേശുക്രിസ്തു സംസാരിക്കുന്നതും ആ പ്രവൃത്തികളെക്കുറിച്ചാണ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ രാജ്യത്തിൽ നല്ലൊരു സ്ഥാനമുണ്ട്. അല്ലാത്തവർക്ക് സ്ഥാനമില്ല. അവരുടെ സ്ഥാനം നിത്യദണ്ഡനത്തിലായിരിക്കും. അതാണ് യേശുക്രിസ്തു പറയുന്നത്.
വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുവാൻ ദൈവം എപ്പോഴും നമുക്ക് അവസരങ്ങൾ നൽകുന്നുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ എപ്പോഴും നമുക്ക് ലഭ്യമാണ്. നാം ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ ദൈവരാജ്യത്തിന് ഒരു എത്തിക്സ് ഉണ്ട്. അതിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള പ്രവൃത്തികൾ നാം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എത്തിക്കൽ ഡിമാൻഡ്സ് ഓഫ് ഫെയ്ത്ത്. വിശുദ്ധനായ യാക്കോബ് അപ്പോസ്തലൻ ഇതേക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. സെയിൻറ്റ് ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സസ് 14-26. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? ഇവിടെ എന്ത് എത്തിക്സ് ആണുള്ളത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകൻ എന്ന് വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും മറക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്, അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നാം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നത്. നാം ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതിഫലനമായിരിക്കുന്നു. അങ്ങനെയുള്ള പ്രവൃത്തികളാണ് ഫലവത്താകുന്നത്. ദൈവത്തിലുള്ള വിശ്വാസത്താൽ, ദൈവത്തോടുള്ള ആ അദമ്യമായ സ്നേഹത്താൽ നാം അപരനെ സഹായിക്കുന്നു, ആവശ്യക്കാരനെ സഹായിക്കുന്നു, അവനെ കരുതുന്നു. ഇത്തരം പ്രവൃത്തികളാണ് അഭികാമ്യമായിട്ടുള്ളത്. അത് നാം ചെയ്യേണ്ടതാകുന്നു എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം. കാരണം യേശുക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണ്. ലൈറ്റ് ഓഫ് ദ വേൾഡ് ഹു സ്റ്റെപ്ഡ് ഇൻ ടു ദ ഡാർക്ക്നെസ്. Light of the world, you step down into darkness. Open my eyes, let me see beauty that made this heart adore you. Hope of a life spent with you. Here I am to
Here I am to